വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. ദൈവികമായിട്ടുള്ളതായ വിശ്വാസത്തോടുകൂടി ക്ഷേത്രം വെച്ച് ആരാധിക്കുന്നതായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ കുറേ ആളുകളൊക്കെ കർമ്മം പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരൊക്കെ കണ്ടും കേട്ടും ഉള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തെന്നിരുന്നാലും ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ട് അവരുടെ കുടുംബനാലാമയിടത്തേക്ക് വന്നിരിക്കുന്നതായ അല്ലെങ്കിൽ വരുന്നതായ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ദോഷങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്തു തരണേ എന്ന് ആവശ്യപ്പെടുമ്പോൾ കർമ്മം അറിയാത്തതായ കർമ്മികൾ, കർമ്മം അറിയാത്ത കർമ്മി എന്നുകൊണ്ട് കളിയൊക്കെ കേട്ടാ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവരുടെ കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് അറിയാം. ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞു വെച്ചു, പ്രാർത്ഥിച്ചു, പൊക്കോളെ ശരിയാവും, അല്ലെങ്കിൽ ഇന്ന ദിവസം വരുമോ എന്നൊക്കെ പറഞ്ഞയക്കുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ സുഖമായി കഴിഞ്ഞാലൊന്നും അവർ വരില്ല, എന്നത് സുഖാവൂല്ല. കാരണം ശക്തമായിരിക്കുന്ന വല്ല പ്രേതബാധകളോ ദുരിതങ്ങളോ ധർമ്മദൈവ ദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കർമ്മം ചെയ്യാതെ കണ്ടത് വിട്ടുമാറില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ തടയുന്നതിന് വേണ്ടിയിട്ടോ നമ്മളൊരു അടക്കം വെച്ച് കൊടുക്കുക എന്നുള്ളതായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവർ പറയും എത്ര ദിവസത്തേക്ക് അടക്കം വെച്ച് തരുമെന്നൊക്കെ. അങ്ങനെ അടക്കം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് നമുക്ക്, 8ന്റെ പണി നമുക്ക് വരിക. കാരണം ശക്തമായി ഉപദ്രവിക്കുന്ന മൂർത്തികൾ തന്നെയാണ് നമ്മൾ കയറുകൊണ്ട് കെട്ടിയിരുന്നത്. കയറില്ലാത്ത കെട്ടിയിരുന്ന പോലെയാണ് കെട്ടിയിരുന്നത്. അവർക്ക് അനങ്ങാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ വരുമ്പോൾ അവരുടേതായ ദുരിതങ്ങളും അവരുടെ ശാപങ്ങളും ആ കർമ്മിക്കോ കർമ്മിയുടെ നേരോ കർമ്മിയുടെ മൂർത്തികളോ നേരെയോ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടക്കം വെച്ചിട്ടുള്ള വ്യക്തികള് അവര് അതൊരു ചിലപ്പോൾ ഒരു നേരം പോക്കിനെ പറഞ്ഞ പോലെയാ പോവുക. ആ വ്യക്തികൾക്ക് അത് സുഖമായി കഴിഞ്ഞാല് പിന്നെ അവർ ഈ വഴിക്ക് വരില്ല. സുഖമായില്ല വെച്ചാൽ അപ്പോഴും വരില്ല, അവർ വേറെ വല്ലയിടത്തേക്കും പോകും. അപ്പൊ നമ്മളെ അടക്കം വെച്ചിട്ടുള്ള സംഗതികളൊക്കെ അത് അങ്ങനെ ഇരുന്ന് വീട്ടിലേക്ക് വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാകുക. കർമ്മികളും അടക്കം വയ്ക്കുന്നവരായിട്ടുള്ളതായ വ്യക്തികളുണ്ടെങ്കിൽ 100% മനസ്സിലാക്കുക. അപ്പൊ ആര് വന്നാലും അടക്കം വെക്കേണ്ട ഒരു സമ്പ്രദായം അവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളോ അല്ലെങ്കിൽ ഗുരുവായൂർക്കോ തട്ടകത്തിക്കോ പൈസ ഒഴിഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിർത്തുക. കാരണം അത്ര ശക്തമായിരിക്കുന്ന മൂർത്തികൾ തന്നെ ഒരു പക്ഷേ നമ്മൾ ചരടുകൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അടക്കം വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങും. ആ ഒതുങ്ങിയത് ആ സമയമായിട്ട് അവർ കർമ്മം ചെയ്തില്ല വെച്ചെങ്കിൽ അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും നമുക്കുണ്ടാകുക. ആ ബന്ധനത്തിൽ നിന്ന്, നമ്മൾ കിട്ടിയ ബന്ധനത്തിൽ നിന്ന് അവർ ചാടി കഴിഞ്ഞാൽ അനർത്ഥം തന്നെ നമുക്കുണ്ടാവുക. അതൊരു വ്യക്തിക്ക്, ഇതൊരു 10-15 പേർക്ക് ഇതേപോലെ തന്നെ പല തവണയായിട്ട് അടക്കം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ സമയപരിധി കഴിഞ്ഞ് അവരൊക്കെ ദോഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ചെലവില് കർമ്മം ചെയ്തിട്ട് ക്ലിയർ ആക്കേണ്ടി വരും. അപ്പൊ അത് ഏതാ നല്ലത്? അപ്പൊ അടക്കം വെക്കാതിരിക്കുക, വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതിലുപരി അവർക്ക് പ്രശ്നം നോക്കിയിട്ട് വേണമെന്ന് പറയാം. എന്താണ് നിങ്ങളുടെ വിഷയം എന്നുള്ളത് നോക്കിയിട്ട് വേണം എന്തെങ്കിലും പറയാൻ. അപ്പൊ അദ്ദേഹം നോക്കുന്ന ആളാണ്, വ്യക്തിയാണ് വെച്ചെങ്കിൽ കുഴപ്പമില്ല, നോക്കിയിട്ട് പറയാൻ, ധൈര്യമായിട്ട് പറയുന്നത് മാതിരിയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അല്ല, അദ്ദേഹത്തിനെ നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെ പോയിട്ട് നോക്കിയിട്ട് വരുമോ, എന്താണ് അതിന് കാര്യം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് കാര്യം ചെയ്യാം. അല്ലാണ്ട് അതിന് നമ്മളൊന്നും പറഞ്ഞാലോ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്ന് പറയാം. അപ്പൊ അവര് എവിടെയാണെങ്കിൽ പോയി നോക്കി അറിഞ്ഞു വന്ന് അതിനെ നോക്കുമ്പോൾ കാണുന്ന ധർമ്മദൈവ ദുരിതങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, കൈവശമുണ്ട്, ആഭിചാര പ്രവൃത്തികളുണ്ട്, ദൃഷ്ടിബാധകളുണ്ട്, പ്രേതബാധകളുണ്ട്, സർപ്പദുരിതങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ളതാണ് അവർ വരിക. ആ വ്യക്തിക്കാണ് നമ്മൾ അടക്കം വെച്ചിട്ട് നമ്മൾ സുഖപ്പെടുത്താൻ നോക്കുന്നത്. അപ്പൊ അതൊരിക്കലും സുഖമാവില്ല. എന്നാൽ അവരുടെ ഒക്കെ വെറുപ്പ് വൈരാഗ്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ദൈവങ്ങളുടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആര് വന്നാലും അവര് തൊഴുത് പോവുക. അതിലുപരി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു കർമ്മിയാണ്, അവിടുത്തെ കർമ്മിയോടാണ് എന്തെങ്കിലും ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ കർമ്മി ആലോചിക്കുക, പറഞ്ഞ കാര്യം ആലോചിക്കുക. കാരണം വന്നിരിക്കുന്ന മൂർത്തികൾ ശക്തമായിരിക്കുന്ന ആഭിചാര മൂർത്തികളാണ്, പ്രേതങ്ങളും ദുരിതങ്ങളും ഉള്ളതൊക്കെയാണ്. അപ്പൊ അവരുടെ പോലെ അടക്കം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ചിന്തിക്കണ്ടേ, അടക്കം വെക്കാൻ പറ്റില്ല കേട്ടാ. നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് പ്രാർത്ഥിച്ചു പോക്കോളോ ആ ദിവസത്തിനുള്ളിൽ വരിക. അഥവാ വെക്കുകയാണെങ്കിൽ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ, 3-ാമത്തെ ദിവസം നമ്മൾ ഇന്ന് കർമ്മം ചെയ്ത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും.
അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല ആളുകളുടെ അടുത്തും പുതിയ ആളുകളുടെ അടുത്തൊക്കെ വരുമ്പോൾ അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ അവരും വിഷമത്തോട് കൂടിയിട്ടാണ് പറയാ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. കാരണം നമ്മളോടൊരു ആവശ്യം പറഞ്ഞതല്ലേ, എങ്ങനെ ചെയ്യാണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചെയ്തു കഴിഞ്ഞാലോ വീട്ടുകാർക്കും ദൈവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരിക. കാരണം അന്യ ക്ഷേത്രത്തിൽ അന്യ കുടുംബത്തിലേതായ മറ്റ് ഉപദ്രവത്തിന് വന്നിരിക്കുന്നതായ ശത്രുദോഷത്തിൽ വന്നിരിക്കുന്ന ബാധാമൂർത്തികൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇവിടെ അടക്കം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന രക്ഷസ് പോലുള്ളവരോ. അപ്പൊ അവരോടൊക്കെ ഉപദ്രവങ്ങൾ കയറി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പൊ അതിനൊക്കെ ഇട കൊടുക്കാതിരിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, ആ ദോഷങ്ങളെ തീർക്കുക, അങ്ങനെ ചെയ്യുക എന്ന് പറയാം. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരണമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ആ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ അതിനു വേണ്ടി തയ്യാറാവും. അപ്പൊ നോക്കണ ആളാച്ചെങ്കിൽ അവിടെ നോക്കുക, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കി വരിക. അതിലെന്താണ് ദോഷം എന്ന് വെച്ചാൽ ആ ദോഷത്തിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കാനുണ്ടോ, വഴിപാട് മുടങ്ങിയതാണോ, അല്ലെങ്കിൽ കൊടുക്കാൻ പൂജയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതാണോ, അതെല്ലാം ഓർത്തോർത്ത് കൃത്യമായിട്ട് പറയുക, ചെയ്യുക. പിന്നെ അവനവൻ്റെ സ്വന്തം ധർമ്മദൈവാദികളെ തന്നെ കൃത്യമായിട്ട് ആചരിക്കുക. അത് നമ്മൾ നാട്ടിലില്ല, വിദേശത്തല്ല, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല. ധർമ്മദൈവാദികൾ കൃത്യമായിട്ട് ആചരിക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട കർമ്മക്രിയകൾ ചെയ്യുക. അപ്പോൾ ശത്രുദോഷങ്ങളോ കർമ്മദോഷങ്ങളോ ആഭിചാരദോഷങ്ങളോ ഒന്നും വരാതെ അവരായിട്ട് തന്നെ നമുക്ക് കാത്തുരക്ഷിക്കും. അപ്പോൾ ഈ ധർമ്മദൈവങ്ങളെ അനുഗ്രഹം ഉണ്ടായാൽ വളരെയധികം ക്ഷേമമാണ്, ഇല്ലെങ്കിലോ വളരെയധികം നഷ്ടം ദുരിതങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കർമ്മം ചെയ്യുക. മാസത്തിലൊരിക്കൽ കർമ്മം ചെയ്യണവരുണ്ട്, ആഴ്ചയിലൊരിക്കൽ കർമ്മം ചെയ്യണവരുണ്ട്, മാസപൂജ എന്നുള്ളത് ചെയ്യുന്നവർ. എന്നിരുന്നാലും അവർക്ക് കൃത്യമായിട്ട് നിത്യം വിളക്ക് വയ്ക്കുക, ആചരിക്കുക, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു മാസം വരെ വിളക്ക് വെക്കാണ്ടിരുന്നു, ഒരു മാസത്തിൽ പിന്നെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അവരിലേക്ക് ദുരിതങ്ങൾ വന്ന് കയറി കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നല്ല രൂപത്തിൽ അവർ ആചരിക്കുക, ദുരിതങ്ങളൊക്കെ തീർക്കുക, കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിവേദ്യം വയ്ക്കുക, പ്രസാദം വയ്ക്കുക. പഴയ കാലമല്ല, ഇപ്പം എല്ലാവരും വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുവരിക. എല്ലാ ദൈവങ്ങളൊക്കെ പ്രസാദം വെച്ച് നിവേദ്യത്തോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ കർമ്മം നമ്മുടെ വീട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അതേപോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാകും. ഈ മാറ്റം നമ്മുടെ കുടുംബനാലാമയുടെ എല്ലാ മൂർത്തികൾക്കും നല്ലത് വരാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് കർമ്മങ്ങൾ ആ ദേവനെ നിത്യപൂജ അല്ലാതെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും, പരിഹാരങ്ങൾ കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ ദൈവങ്ങൾക്ക് അതിൻ്റെ ദുരിതങ്ങൾ വന്നിട്ടുണ്ടോ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, അശുദ്ധികൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കി അറിയാം. ആ നോക്കി അറിഞ്ഞിട്ട് വേണം അതിന് പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ അശുദ്ധിയും ദുരിതങ്ങളൊക്കെ വന്ന് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകും, പൂർണ്ണമായിട്ട് വിട്ടുമാറിയില്ല വെച്ചെങ്കിൽ. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അശുദ്ധികളുണ്ടോ ദുരിതങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഈ പുറമേലേക്ക് കർമ്മത്തിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മികളാണ്, അവർക്കിന്ന് പുറത്ത് പോയിട്ടൊരു പൂജയുണ്ട്, പുറത്ത് പോയിട്ട് കളുണ്ട്, പുറത്ത് പോയിട്ട് തുള്ളലുണ്ട്. അപ്പോൾ അതിനായിട്ട് പോകുന്നത് മറ്റൊരു വീട്ടിലേക്ക്. ആ വീട്ടിൽ നീ പറഞ്ഞ പോലെ തന്നെ ഏതെല്ലാം ദുരിതങ്ങൾ അനർത്ഥങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ പുതിയതായിട്ട് കർമ്മം ചെയ്യാൻ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ആ വീട്ടിലെ ദോഷങ്ങളോ മറ്റു ബാധാപദ്രങ്ങളോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൂർത്തികൾ ചിലപ്പോൾ അതേപോലെ തന്നെ കർമ്മങ്ങൾ അതുവരെ കിട്ടിയിട്ടില്ലാത്ത ഇതാണെങ്കിൽ, ഞാൻ പറഞ്ഞത് നല്ല കർമ്മിയാണ്, അതുവരെ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, ആ കർമ്മം കൊണ്ട് ചെയ്തത് കൊണ്ട് അപ്പം നല്ല കർമ്മികളാണ്, അവരുടെ കർമ്മം വളരെ ഇഷ്ടമായി. അപ്പോൾ അവിടെ ഇരിക്കുന്ന മൂർത്തികൾക്കാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് കർമ്മങ്ങളോ പൂജകളോ കിട്ടാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ആ കർമ്മികൾ തിരിച്ചു പോരുമ്പോൾ അവരോടൊപ്പം മൂർത്തികൾ വരാനുള്ള സാധ്യത ഉണ്ടാവും. അത് വീട്ടിലേക്ക് ദോഷം ഉണ്ടാവുക. ആ കർമ്മികളോ അല്ലെങ്കിൽ ആ മൂർത്തികളോ അവിടെ ഉള്ളതായ ആ മൂർത്തികൾ വരുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ പ്രേതാദികളും കൂടെ വരും. ഇല്ലെങ്കിലും ആ മൂർത്തികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ദൈവങ്ങൾക്ക് അത് വലിയൊരു പണിയായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പം അതൊക്കെ വീട്ടിലേക്ക് നാലാം ഇടത്തേക്ക് കർമ്മത്തിന് പോകുമ്പോൾ, പരിഹാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലവർ തുള്ളാൻ പോയി, ചിലർ കരിങ്ങാളി കെട്ടാൻ പോയി, ചിലർ വേല കെട്ടാൻ പോയി, ചിലർ കർമ്മം ചെയ്യാൻ പോയി. കരിങ്കുട്ടിക്ക് കർമ്മത്തിന്, ചാത്തൻ്റെ കർമ്മത്തിന്, ചൊവ്വയ്ക്ക് കർമ്മത്തിന്, ഇങ്ങനെ കർമ്മത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ
അവിടെ ഒരുപാട് കാലങ്ങളായിട്ട് കർമ്മം കിട്ടാതൊക്കെ ദുരിതങ്ങളും ബാധകളും ഉപദ്രവങ്ങളായിട്ട് ഇരിക്കേണ്ടവ. അപ്പം ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലത്തെ ദോഷങ്ങളൊക്കെ നമ്മൾ ആ കർമ്മം ചെയ്തു, ആ കർമ്മം ചെയ്തിട്ട് അവർ കഴിച്ചോ കഴിച്ചില്ലേ നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല. ഒന്ന് ഉണ്ടാകും, ചിലപ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ നമ്മുടെ ഒപ്പം കൂടാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കേട് നമുക്ക് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അപ്പം കർമ്മം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് അറിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. പോരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ളത് എന്താണ് ചില വഴികൂടെ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കൊന്നും അറിയില്ല, അവിടെ പോയി പോന്നു, കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് 1-2 കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ വെറും ഉറക്കവും അല്ലെങ്കിൽ വേറെ പണിക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉറക്കം ഉണ്ടാവില്ല, പണി ഉണ്ടാവില്ല, അസ്വസ്ഥതകൾ ഉണ്ടാവുക, എന്ത് തൊട്ടാലും നാശങ്ങൾ ഉണ്ടാകുക, വീട്ടിൽ വഴക്കുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കണം. എന്താണ് ഇന്ന സ്ഥലത്ത് പോയി വന്നതിന് ശേഷമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാം. അത് എന്തെങ്കിലും ചെറിയൊരു ഇത് കൊടുത്തിട്ടാലും ശരിയായി നോക്കി അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വെച്ചെങ്കിൽ അത് കർമ്മം ചെയ്ത് നീക്കുക. ഒന്നല്ല കർമ്മിക്കാവും അല്ലെങ്കിൽ മൂർത്തിക്കാവും. അത് മൂർത്തിക്കും കർമ്മിക്കും വരുന്ന എല്ലാ ബന്ധനങ്ങളും സ്വയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആട്ടത്തിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടേതായ എല്ലാ ദുരിതങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവും. അത് ചിലപ്പോൾ അനർത്ഥത്തിൻ്റെ കൂടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ദുരിതങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വരാൻ പാടുള്ളൂ. മറ്റുള്ള ആളുകളുടെ മൂർത്തികളോ മറ്റുള്ളതായ പ്രേതാദികളോ അതോ നമ്മുടെ ഒപ്പം കയറി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം അത് കർമ്മം ചെയ്താലും അവരുടേതായ പ്രേതവിരുദ്ധങ്ങളോ പ്രേതബന്ധനങ്ങളോ നമുക്കോ നമ്മുടെ മൂർത്തികൾക്കും ഏറ്റിട്ടില്ല, അശുദ്ധി വന്നിട്ടില്ല എന്ന് 100% ഉറപ്പാക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിലായിട്ടുണ്ടെങ്കിൽ അതിനെ കർമ്മം ചെയ്തിട്ട് തന്നെ ഗുരുതിയിലേക്കോ അല്ലെങ്കിൽ മറ്റു നാണയത്തിലേക്കോ മറ്റുള്ള ആവാഹിച്ച് അതിനെ മാറ്റി, അല്ലെങ്കിൽ നാളികത്തില് തിരിയൊക്കെ കത്തിവെച്ച് മന്ത്രങ്ങൾ ജപിച്ച് എല്ലാവരും ഒഴിഞ്ഞടിച്ച് അതിന്റെ ബന്ധനം തീർത്തു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു നാളേക്കും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കർമ്മത്തിന് പോയി 2 കർമ്മത്തിന് പോയി അവരുടെ വീട്ടിൽ ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരാൾ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരില്ല. മറ്റുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളൊക്കെ പടി പുറത്തിറങ്ങും ചെയ്യും. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകരുത്. പുറത്തേക്ക് പോകുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ പോയി വരുമ്പോൾ അവരുടെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു കർമ്മത്തിനാണ് പോകുന്നത്. അവരുടെ വീട്ടിൽ കരിങ്കുട്ടിക്കോ അല്ലെങ്കിൽ ചാത്തനോ ചൊവ്വയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളൊക്കെ ആയിട്ട് കർമ്മം കൊടുക്കാൻ പോയി. അവിടെ ഒരുപാട് ദുരിതമരണം കഴിഞ്ഞിട്ടുള്ള പ്രേത ദുരിതങ്ങൾ, തൂങ്ങി മരണം അതേപോലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ്. വർഷങ്ങളായിട്ട് ദൈവങ്ങൾക്ക് കർമ്മമില്ല എന്ന് വരുമ്പോൾ ഈ പ്രേതബന്ധങ്ങളൊക്കെ ദൈവങ്ങളിലോ ശിലയിലോ അല്ലെങ്കിൽ പ്രതിഷ്ഠയിലോ അവരുണ്ടാവും, അവരുടെ സാന്നിധ്യം ഉണ്ടാകുക. അവർക്കൊക്കെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ വരിക. കണ്ട ദൈവങ്ങളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വരിക, അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ പോരുമ്പോൾ ഈ കർമ്മത്തിന്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ ആ ദുരിതമായിട്ട് നമ്മളൊപ്പം വരിക. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനർത്ഥം തന്നെയാണ്. അപ്പം അത് അങ്ങനൊന്നും ഇല്ല എന്നുള്ള ഉറപ്പിക്കുക. അപ്പം അങ്ങനെ സംശയം തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ടൊരു നാളികേരെടുത്ത് അത് ഒന്ന് വെള്ളത്തിൽ മുക്കി അതും ഒരു 5 തിരി എടുത്തിട്ട് ഭദ്രകാളി മന്ത്രം ഒരു 14 തവണ ജപിച്ച് അല്ലെങ്കിൽ 21 തവണയോ മന്ത്രം ജപിച്ച് അവരുടെ മൂർത്തികൾ ആരൊക്കെയാണോ ഗുരുമുത്തച്ഛൻ ആരാണോ സമ്പ്രദായം ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് പ്രാർത്ഥിച്ച് ഈ കർമ്മീനെയും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ ദൈവങ്ങളെയും സങ്കല്പിച്ച് ഒഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ഒപ്പം മറ്റുള്ളതായ ബാധാമൂർത്തികളോ ശത്രുദോഷങ്ങളോ പ്രേത ദുരിതങ്ങളോ എൻ്റെ ഒപ്പം വരാൻ പാടില്ല. അത് എന്തുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നാടിനെ അടിച്ചു കൊടുക്കുക. പിന്നെ ആ വീട്ടുകാരോട് യാത്ര പറയാൻ നിൽക്കരുത്. ടയച്ചിട്ട് പിന്നെ തിരിച്ചു പോരുക വീട്ടിലേക്ക്. വീട്ടിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു കളയാം. നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥമായിട്ട് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർമ്മം ചെയ്ത് വന്നു വിചാരിക്കാം. ആ വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് കയ്യും കാലൊക്കെ പിടിച്ചു വലിക്കുന്ന പോലെ മിക്കവാർക്കും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ല കർമ്മങ്ങളൊക്കെ ആണ് ചിലപ്പോൾ സംഗതികളൊക്കെ തിരിച്ച് ഒപ്പം കൂടാനായിട്ട് ഇപ്പൊ വരുന്ന വഴിയിൽ രക്ഷസിന്റെയോ അല്ലെങ്കിൽ യക്ഷി എന്നൊക്കെ പറയുന്ന സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇവരോട് കൂടി ചേർന്നടിക്കാൻ ഒരു നല്ലൊരു വൃത്തിയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയോ പുരുഷനോ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടാറുള്ള പോലെ തന്നെയാണ് ഈ പ്രേതങ്ങളായാലും ശരി. ആ കർമ്മങ്ങളുടേതായ ആ കർമ്മത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ഉപാസന ശക്തിയിലോ അവർക്ക് തൃപ്തിപ്പെട്ടിട്ട് ചിലപ്പോൾ പ്രേതങ്ങളും കൂടി വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടക്കാൻ പറ്റില്ല, കിടന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ കൈയും കാലും പെട്ടെന്ന് പിടിച്ച് കുടയുന്ന പോലെ തോന്നുക.
ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ വരാം. കർമ്മമേഖലയിൽ ഇതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ്. ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിന് വേണ്ട പരിഹാരങ്ങൾ എന്താണ് ചെയ്യുക? ദേഹരക്ഷകൾ ചെയ്യുക. തൽക്കാലം ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? യുക്തി അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.